ഇനി നമ്മൾ പരിചയപ്പെടുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെയാണ്. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ഓട്ടോറിക്ഷ ഡ്രൈവർ കൊച്ചി സ്വദേശി അന്നയുടെ വിശേഷങ്ങൾ. ഏറെ വിമർശനങ്ങൾ, പ്രതിസന്ധികൾ, എല്ലാത്തിനുമൊടുവിൽ അന്ന ഓട്ടോ ഡ്രൈവറായി. ഒരു 7 വർഷം മുന്നെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ എല്ലാവരെ പോലെ തന്നെ ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി ബുദ്ധിമുട്ടി. പിന്നെ ഒരു വണ്ടി എടുക്കണമെന്ന് തോന്നി. എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ളൊരു പേര് തന്നെയാണ് അന്ന. അങ്ങനെ അന്ന എന്ന് പേരെഴുതി വണ്ടി ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ അറിഞ്ഞു. പിന്നെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ട്രാൻസ്മൺ ഓട്ടോ ഓടിക്കുന്ന ഞാനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആളുകൾ ആട്ടിപ്പായിക്കുക, അകറ്റി ഓടിക്കുക, ആ ഒരു നിലപാട് തന്നെ ആയിരുന്നു. പിന്നെ നമ്മൾ തന്നെ കുറേ സമരങ്ങൾ ഒക്കെ ചെയ്ത് വന്ന് പിന്നെ പുറത്തുള്ള ആളുകളൊക്കെ നമ്മളും അവരെ പോലെ തന്നെ ഒരു മനുഷ്യരാണ് എന്ന് കുറേ പേരൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി. അപ്പം ഞാൻ എന്തായാലും ചിന്തിച്ചിപ്പോൾ ഓട്ടോറിക്ഷ എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് സാധാരണക്കാരായിട്ട് കുറച്ചുകൂടി ഇടപഴകി ജീവിക്കുന്നതിനോടാണ് എനിക്കും ഇഷ്ടം. ഇതിപ്പോൾ എനിക്കൊരു തൊഴിലും എവിടെ ചെന്നാലും ഒരു സ്വന്തമായിട്ടൊരു തൊഴിലുണ്ടെന്ന് അഭിമാനത്തോടെ തന്നെ പറയാം. ഓട്ടോറിക്ഷ ഫീൽഡിൽ നിന്നുള്ള എല്ലാവരും അതുപോലെ പൊതുജനങ്ങളിൽ നിന്നായാലും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ രാവിലെ ഒരു 9 മണി 10 മണിക്കുള്ളിൽ ഇറങ്ങും. പിന്നെ ഉച്ചയ്ക്ക് തിരിച്ച് ചെന്ന് പട്ടിക്ക് ഫുഡൊക്കെ കൊടുത്ത് വീട്ടിലെ പണിയൊക്കെ തീർത്തിട്ട് വൈകിട്ട് വീണ്ടും ഇറങ്ങും. വൈകിട്ട് ഒരു 10 മണി 11 മണി വരെയൊക്കെ ചിലപ്പോൾ കിടന്ന് ഓടാറുണ്ട്. ഫസ്റ്റ് സർജറി ചെയ്ത അമൃത ഹോസ്പിറ്റലിലാണ്. അതിപ്പോൾ ഒരു 3 വർഷമായി. പിന്നെ ടോപ്പ് സർജറി കഴിഞ്ഞു, അതിപ്പോൾ 1 വർഷമായി. നിലവിലെല്ലാം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാനൊരു ട്രാൻസ്മണായി പോയതുകൊണ്ട് ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവഹേളനം അത്തരത്തിൽ ജീവിച്ചാൽ എന്നും അങ്ങനെ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. വെളിച്ചത്തേക്ക് എന്തായാലും മാറി നിൽക്കുന്നതോട് കൂടി വരണമെന്ന് തന്നെ എനിക്ക് പറയാം. അന്ന ധൈര്യത്തോടെ വിളിച്ചു പറയുകയാണ്, ഇവിടം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന്. പൊരുതണം, പോരാടണം, ജീവിക്കണം. കൊച്ചിയിൽ നിന്നും സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം YS അഭിനന്ദ്, 24.